കേരളത്തിൽ SIR നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്തിരിയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനാണ് നീക്കം. സംസ്ഥാനത്ത് മൂന്നാം വട്ടവും LDF അധികാരത്തിലെത്തണമെന്ന് മതേതര വിശ്വാസികൾ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ് NSSന്റെ പിന്തുണ. എയിംസുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് SIR നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ടെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. SIR എന്ന വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. SIRലൂടെ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ അംഗീകരിക്കാനാവില്ല. RSകാരും BJPക്കാരും മുമ്പ് തന്നെ പറഞ്ഞു വെച്ച ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഒപ്പം ഞങ്ങൾ ഇന്ത്യയിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കും എന്നുള്ളതും. LDF സർക്കാരിന്റെ മൂന്നാം ഘട്ടം എല്ലാ മതനിരപേക്ഷവാദികളും ആഗ്രഹിക്കുന്നുണ്ട്. NSSന്റെ പിന്തുണ ഇതിന് സഹായകമാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവേശനം, അതിന് കേരളം ഒരുങ്ങുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം ഉണ്ടാവുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം തന്നെ. ഏതെങ്കിലും ഒന്നു മാത്രമല്ല, ഇതെല്ലാം. എയിംസിനായി സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ BJP തമ്മിലടി അവസാനിപ്പിക്കണം. ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യം, BJP ഗവൺമെന്റിന്റെ ഭാഗമായിട്ടൊരു മന്ത്രിയും കേരളത്തിലെ BJP നേതൃത്വത്തിലൊരു വലിയ വിഭാഗവും രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞ് അവർ തമ്മിലുള്ള തർക്കത്തിന്റെയും പ്രശ്നത്തിന്റെയും ഭാഗമായി കേരളത്തിന് എയിംസ് നഷ്ടപ്പെടുന്ന അതിനു വേണ്ടിയുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇവരുടെ തമ്മിലുള്ള തർക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിൽ വരുന്നത് ആവേശകരമായ കാര്യമാണ്. മെസ്സി വരാൻ പോകുന്നില്ല എന്ന് ദിവസങ്ങളോളം വാർത്ത നൽകിയവരുണ്ട്. അവർക്ക് മെസ്സിയുടെ വരവ് നിരാശയുണ്ടാക്കിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.